നമസ്കാരം. പ്രവാസി മലയാളി പ്ലസിലേക്ക് പ്രിയ പ്രവാസികൾക്ക് സ്വാഗതം. ആദ്യമേ നമുക്ക് വാർത്തകളിലേക്ക് തന്നെ കടക്കാം. സൗദി അറേബ്യയിൽ ഹുറൂബായ, അതായത് തന്റെ അടുത്തുനിന്ന് ജോലി ചെയ്യാതെ ഒളിച്ചോടിയവർ എന്ന് സ്പോൺസർ രേഖപ്പെടുത്തിയ തൊഴിലാളി. അങ്ങനെ ഹുറൂബായ മുഴുവൻ ആളുകൾക്കും സ്പോൺസറെ മാറ്റാൻ അവസരം. ഹൗസ് ഡ്രൈവർമാർക്ക് മാത്രമായി ഉണ്ടായിരുന്ന ആനുകൂല്യം ഇതോടെ മുഴുവൻ തൊഴിലാളികൾക്കും നൽകാനാണ് തീരുമാനമായിട്ടുള്ളത്. പുതിയ ഉത്തരവ് ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വന്നു. സൗദി തൊഴിൽ മന്ത്രാലയത്തിന്റെ ഹിവ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇത് സംബന്ധിച്ച സന്ദേശം അയച്ചു തുടങ്ങി. ഹുറൂബ് സ്റ്റാറ്റസ് ഉള്ളവർക്കാണ് ഈ സന്ദേശം ലഭിക്കുന്നത്. സമാനമായ രീതിയിൽ ഏതാനും ആഴ്ച മുമ്പ് തൊഴിൽ മന്ത്രാലയം ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ അത് ഹൗസ് ഡ്രൈവർമാരടക്കം വ്യക്തിഗത വിസയിലുള്ളവർക്ക് മാത്രമായിരുന്നു. 6 മാസത്തെ ആനുകൂല്യമാണ് ഇവർക്ക് നൽകിയിരുന്നത്. പുതിയ ഉത്തരവ് പ്രകാരം ലേബർ വിസയിലുള്ള ഏതൊരാൾക്കും അവരുടെ ഹുറൂബ് സ്റ്റാറ്റസ് മാറ്റാവുന്നതാണ്. ഇതോടെ ഇഖാമ പുതുക്കാനും സാധിക്കും. നിരവധി പ്രവാസികൾ സൗദിയിൽ ഹുറൂബ് സ്റ്റാറ്റസിലുള്ളവരുണ്ട്. ഇവർക്ക് തങ്ങളുടെ സ്പോൺസറെ മാറ്റാനോ ഇഖാമ പുതുക്കാനോ സാധിക്കുന്നുണ്ടായിരുന്നില്ല ഇതുവരേക്കും. അപ്പൊ പുതിയ തീരുമാനം വന്നത് ഇത്തരക്കാർക്ക് വൻ ആശ്വാസമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. തീർച്ചയായും പ്രവാസികൾ ഉൾപ്പെടെ നിരവധി മലയാളികൾ ഹുറൂബിൽപ്പെട്ട് അകപ്പെട്ടു പോയ നിരവധി ആൾക്കുണ്ട്. അവർക്ക് എല്ലാവർക്കും ഒരു ആശ്വാസമുള്ള വാക്ക് തന്നെയാണിത്. അതുപോലെ തന്നെ ഈ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. അതിലും ഒരു ആശ്വാസം വന്നിരിക്കുകയാണ്. UAE-യിലെ ചില ബാങ്കുകൾ അക്കൗണ്ടുകളുടെ മിനിമം ബാലൻസ് 5000 ദിർഹം ആക്കാനുള്ള തീരുമാനം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. UAE സെൻട്രൽ ബാങ്ക് നിർദ്ദേശപ്രകാരമാണ് ഈ നടപടി വരുന്നത്. ചില ബാങ്കുകൾ മിനിമം ബാലൻസ് പരമാവധി 5000 ദിർഹമായി ഉയർത്താൻ തീരുമാനിച്ചതായി റിപ്പോർട്ടുകൾ വന്ന പശ്ചാത്തലത്തിലാണ് ഇതേക്കുറിച്ച് പഠിക്കാൻ സെൻട്രൽ ബാങ്ക് തീരുമാനിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മിനിമം ബാലൻസ് പരിധിയിലെ വർധനവ് താൽക്കാലികമായി നിർത്തിവെക്കുകയാണ്. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ തുക ഉയർത്തുന്നത് ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയതായും, അതായത് തുക ഉയർത്തരുത് എന്നുള്ള നിർദ്ദേശം ബാങ്കുകൾക്ക് നൽകിയെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത്. അക്കൗണ്ടിൽ ചുരുങ്ങിയത് 5000 ദിർഹം നിലനിർത്താൻ കഴിയാത്ത ഉപഭോക്താക്കളിൽ നിന്ന് ഫീസ് ഈടാക്കാൻ ചില ബാങ്കുകൾ തീരുമാനിച്ചിരുന്നു. 5000 ദിർഹം നിലനിർത്താൻ കഴിയാതെ വന്നവർക്ക് 25 ദിർഹമോ അതിൽ കൂടുതലോ ഫീസ് ഈടാക്കുമെന്ന് ജൂൺ 1 മുതൽ തീരുമാനം പ്രാബല്യത്തിൽ വരുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുകയാണ്. അതേസമയം തന്നെ 20,000 ദിർഹത്തിലധികം അക്കൗണ്ടിലുള്ളവർക്കും 15,000 ദിർഹത്തോളം മാസശമ്പളം ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നവർക്കും 5,000 ദിർഹത്തിനും 14,999 ദിർഹത്തിനും ഇടയിൽ ശമ്പളമുള്ളവർക്കും ക്രെഡിറ്റ് കാർഡ്, വ്യക്തിഗത ലോൺ, ഓവർഗ്രാഫ്റ്റ് തുടങ്ങിയവ നിലവിലുണ്ടെങ്കിലും ഈ ഫീസ് ഒഴിവാക്കപ്പെടുമെന്നും അറിയിച്ചിരുന്നു. മെച്ചപ്പെട്ട ശമ്പളമുള്ളവരാണെങ്കിൽ പോലും സാധാരണ പ്രവാസികളെ സംബന്ധിച്ച് 5,000 ദിർഹം മിനിമം ബാലൻസ് അക്കൗണ്ടിൽ സൂക്ഷിക്കുക എന്ന് പറയുന്നത് വലിയ ഈ പ്രയോജനം, അതായത് വലിയ പ്രയാസമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ 5,000 ദിർഹം ഒക്കെ തന്നെ സൂക്ഷിക്കുക എന്നത് ഒരു അനാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഇതോടെ സാധാരണക്കാരായ പ്രവാസികൾക്ക് ആശങ്കയായിരുന്നു. എന്തായാലും തീരുമാനം നടപ്പിലാകുന്നത് മാറ്റിവെച്ചത് സാധാരണ പ്രവാസികളെ സംബന്ധിച്ച് വലിയ ആശ്വാസമുള്ള വാർത്ത തന്നെയാണ്. തീർച്ചയായും ഈ ആശ്വാസമുള്ള വാർത്ത കേട്ട് നിങ്ങൾ ആരും എന്തായാലും ആ ഒരു ആശ്വാസത്തിൽ ഇരുന്നോട്ടെ. ഈ 5,000 രൂപ ഇനി നമ്മൾ 5,000 ദിർഹം അക്കൗണ്ടിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലായ്പ്പോഴും സാധാരണക്കാരെ സംബന്ധിച്ച് അത് പ്രായോഗികമായിക്കൊള്ളണം എന്നില്ല. നമുക്കിവിടെ അറിയാം ഒരു 1000 രൂപ പോലും മിനിമം ബാലൻസ് അക്കൗണ്ട് കീപ്പ് ചെയ്യാൻ നമുക്ക് ചിലർക്ക് കഴിയുന്നില്ല. അവിടെയാണ് അപ്പോഴാണ് 5,000 ഇല്ലാത്തവരുടെ നിന്ന് 25,000 രൂപയാണ്, 25,000 ദിർഹമാണ്, 25 ദിർഹമാണ് എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ തന്നെ വലിയൊരു തുകയാണ്. എന്തായാലും ഉപഭോക്താക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു മനസ്സിലാക്കി ആ ഒരു തീരുമാനം പിൻവലിക്കാൻ കാണിച്ചൊരു തീരുമാനം അതിൽ ഏറ്റവും വലിയ അഭിനന്ദനാർഹം തന്നെയാണ്. എന്തായാലും പ്രവാസികൾക്ക് ആശ്വാസകരമായ വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. അടുത്തത് ദുൽഹജ്ജ് മാസം പിറന്നതോടെ ഹജ്ജിന്റെ തിരക്കിലേക്ക് നീങ്ങുകയാണ് വിശ്വാസി ലക്ഷങ്ങൾ. ജൂൺ 6-നാണ് അറഫ സംഗമം. 20 ലക്ഷത്തോളം പേർ പങ്കെടുക്കുന്ന ഹജ്ജിനായി 12 ലക്ഷത്തിലേറെ തീർത്ഥാടകരാണ് ഇതിനകം എത്തിയിട്ടുള്ളത്. ജൂൺ 4-നാണ് ഹാജിമാർ മിനായിലേക്ക് കർമ്മങ്ങൾക്കായി നീങ്ങുന്നത്. മക്കയിലെ താമസ സ്ഥലത്തുനിന്ന് തീർത്ഥാടകർ ഇതിനായി മിനായിലേക്ക് ഒഴുകും. ജൂൺ 5-ന് ഹജ്ജിന്റെ ആത്മാവായ അറഫ സംഗമം. 20 ലക്ഷത്തോളം വിശ്വാസികൾ അന്നവിടെ സംഗമിക്കുമെന്നാണ് കരുതുന്നത്. ലോകത്തെ വിശ്വാസി സമൂഹം അറഫയിൽ എത്തിയവർക്ക് വ്രതത്തിലൂടെ ഐക്യദാർഢ്യം നൽകുന്നുണ്ട്. അറഫയുടെ പകൽ പിന്നിട്ടാൽ രാത്രിയോടെ ഹാജിമാർ മുസ്ദലിഫയിലേക്ക് എത്തും. ജംറയിൽ എറിയാനുള്ള കല്ലുകളും ശേഖരിക്കും. തൊട്ടടുത്ത ദിനമാണ് ജൂൺ 6-നാണ് ബലിപെരുന്നാൾ വരുന്നത്. അന്നാണ് ഹാജിമാർക്ക് ഏറ്റവും തിരക്കുള്ള ദിവസം വരുന്നത്. പുലർച്ചെ മുസ്ദലിഫയിൽ നിന്ന് ഹാജിമാർ നേരെ ജംറയിലെത്തി കല്ലേറ് കർമ്മം നടത്തും. ജീവിതത്തിലെ പൈശാചിക ചിന്തകളെ, രീതികളെ കല്ലെറിഞ്ഞോടിക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് അവർ വ്യക്തമാക്കുന്നത്. ഇബ്രാഹിം നബിയുടെ ത്യാഗസ്മരണകൾ നെഞ്ചിലേറ്റി വിശ്വാസികൾ അന്ന് ബലികർമ്മം പൂർത്തിയാക്കി പെരുന്നാൾ ആഘോഷിക്കും.
പിന്നെ കബയ്ക്ക് അരികിലെത്തി ഹജ്ജിന്റെ തൊവാഫും സഫ മർവ പ്രയാണവും. പിന്നാലെ മുടി മുറിച്ച് ഹാജിമാർക്ക് ഹജ്ജിൽ നിന്ന് അർദ്ധവിരാമം കുറിക്കാം. തിരികെ മിനായിലെത്തുന്ന ഹാജിമാർ ജൂൺ 7, 8 തീയതികളിൽ തമ്പുകളിൽ തങ്ങും. ജൂൺ 9 ഹാജിമാർ മിനായോട് വിട പറയുന്നതോടെയാണ് ഹജ്ജിന് സമാപനമാകുന്നത്. ദുൽഹജ്ജ് മാസപ്പിറവിയോടെ തിരക്കേറിയ പ്രാർത്ഥനാ ദിനങ്ങളിലായിരിക്കും വിശ്വാസികൾ. അപ്പോ ഹജ്ജിന്റെ തിരക്കിലേക്ക് UAE മുഴുവനും തന്നെ നീങ്ങാൻ പോവുകയാണ്. ഇനി സൗദിയിലും എല്ലാറ്റിലും എല്ലാ മുസ്ലിം രാജ്യങ്ങളിലും ഒക്കെ തന്നെ പ്രവാസ ലോകത്തും ഒക്കെ തന്നെ ഒരു അവധി ദിവസം കൂടിയാണ് വരാൻ പോകുന്നത്. അതിനെക്കുറിച്ചുള്ള വിശദമായ വാർത്തയുണ്ട്. നമുക്ക് അതിലേക്ക് പോകും മുമ്പ് മറ്റൊരു വാർത്തയിലൂടെ കിടക്കാം. കുവൈറ്റിൽ സമുദ്രനിരപ്പ് മോണിറ്ററിംഗ് സ്റ്റേഷൻ സ്ഥാപിച്ചതായി കുവൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയന്റിഫിക് റിസർച്ച് സെന്റർ അറിയിച്ചിരിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യേകിച്ച് കടൽ നിരപ്പ് ഉയർന്നതിന്റെ ആഘാതങ്ങളെ നേരിടാനുള്ള രാജ്യത്തിന്റെ ശ്രമം ശക്തമാക്കാനാണ് ഈ നടപടി. പരിസ്ഥിതി ലൈഫ് സയൻസ് റിസർച്ച് സെന്റർ വഴി സ്ഥാപിച്ച ഈ സ്റ്റേഷൻ അറബിക്കടൽ മേഖലയിൽ തത്സമയ വിവരങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന ആദ്യത്തെ സ്റ്റേഷൻ കൂടിയാണ്. ഇത് തീരദേശ പരിസ്ഥിതിയെ കാലാവസ്ഥാ വ്യതിയാനം കൃത്യമായും കാര്യക്ഷമമായും നിരീക്ഷിക്കാനുള്ള ഒരു പ്രധാന ഉപാധി കൂടിയാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് വ്യക്തമാക്കുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ കണക്കിലെടുക്കുന്ന ശാസ്ത്രീയ തത്വങ്ങളെ അടിസ്ഥാനമാക്കി തീരദേശ പ്രദേശങ്ങൾ ആസൂത്രണം ചെയ്യാനും കൈകാര്യം ചെയ്യാനും ബന്ധപ്പെട്ട അധികാരികളെ സഹായിക്കുന്നതിന് വിശ്വസനീയമായ ഡേറ്റ നൽകുക എന്നതാണ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിന്റെ പ്രാഥമിക ലക്ഷ്യമെന്ന് പരിസ്ഥിതി ജീവശാസ്ത്ര ഗവേഷണ കേന്ദ്രത്തിലെ പ്രൊജക്ട് ലീഡറും ഗവേഷകയുമായ ഡാന അൽ ഹൌട്ടി പറഞ്ഞിരിക്കുകയാണ്. സമുദ്രനിരപ്പ് വെള്ളത്തിന് മുകളിലും താഴെയുമായി നിരീക്ഷിക്കുന്നതിന് സ്റ്റേഷനിൽ 2 സെന്ററുകൾ സജ്ജീകരിച്ചിട്ടുണ്ടെന്നും റീഡിംഗുകൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു കേന്ദ്ര ഡേറ്റാബേസിലേക്ക് തത്സമയം കൈമാറുന്നുവെന്നും അവർ വിശദീകരിച്ചിട്ടുണ്ട്. എന്തായാലും കുവൈത്തിനെ സംബന്ധിച്ച് ഒരു വലിയ മാറ്റം തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്. അറബിക്കടലിൽ ആദ്യമായി തത്സമയം സംരക്ഷണം ചെയ്യുന്ന ഡേറ്റകൾ നൽകുന്ന ഒരു സെന്ററായി ഇത് മാറുകയാണ്. സത്യത്തിൽ കടലുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ ഇപ്പോൾ കേരളത്തിലും സജ്ജമായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു സെന്റർ തുറന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അടുത്തത്, ഇന്നലെ ദുൽഹജ്ജ് മാസപ്പിറവി കാണാൻ UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ പൊതുജനങ്ങളോട് ആഹ്വാനം ചെയ്തിരുന്നു. ജൂൺ 6 ബലിപെരുന്നാളാകാനാണ് ജ്യോതിശാസ്ത്രജ്ഞന്മാരും ചാന്ദ്ര ദർശന സമിതികളും സാധ്യത കൽപ്പിക്കുന്നത്. ദുൽഹജ്ജ് മാസത്തിലെ 10-ാം തീയതിയാണ് ഹജ്ജ് തീർത്ഥാടനത്തിന്റെ സമാപനവും ബലിപെരുന്നാളിന്റെ ആരംഭവും. എന്നാൽ ഈ തീയതി ദുൽഹജ്ജ് മാസത്തിന്റെ ചാന്ദ്രദർശനത്തെ ആശ്രയിച്ചിരിക്കുന്നു. UAE-യിൽ ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിലും ഇപ്രാവശ്യം 4 ദിവസം ബലിപെരുന്നാൾ അവധി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് മാസപ്പിറവി കാണുന്നതിനനുസരിച്ച് ജൂൺ 6 7 മുതലായിരിക്കും. പ്രവാസികൾ പലരും വാർഷിക അവധിയും ചേർത്ത് 9 മുതൽ 16 ദിവസങ്ങളോളം അവധി നീട്ടാൻ പദ്ധതിയിടുന്നുണ്ട്. വിമാനക്കൂലി വളരെ കൂടുതലായതിനാലാണ് മലയാളികൾ അടക്കമുള്ള ഇന്ത്യക്കാരെ പെരുന്നാൾ ആഘോഷിക്കാൻ നാട്ടിലേക്ക് പോകുന്നതിൽ നിന്ന് വിലക്കുന്നത്. എങ്കിലും നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തവരെല്ലാം യാത്രയ്ക്കുള്ള ഒരുക്കം പൂർത്തിയായി കഴിഞ്ഞു. അതുപോലെ തന്നെ മധ്യ ഏഷ്യൻ രാജ്യങ്ങളായ ഉസ്ബെക്കിസ്ഥാൻ, തജിക്കിസ്ഥാൻ, കസക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും ജോർജിയ, അർമേനിയ, അസർബൈജാൻ എന്നിവിടങ്ങളിലേക്കും യാത്രാ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. യൂറോപ്പിലേക്ക് പോകാനും ചിലർ തീരുമാനിച്ചിട്ടുണ്ട്. ഷെങ്കൻ വിസ ലഭിക്കാൻ പ്രയാസം നേരിടുന്നതിനാൽ ആ പദ്ധതി ഉപേക്ഷിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് പ്രായമുള്ള മാതാപിതാക്കൾ അടക്കമുള്ള ബന്ധുക്കളെ ഗൾഫിലേക്ക് കൊണ്ടുവന്നുള്ള പെരുന്നാൾ ആഘോഷത്തിനും പല കുടുംബങ്ങളും തീരുമാനിച്ചിട്ടുണ്ട്. കുവൈത്തിലെ അവധി എന്നൊക്കെ നമുക്ക് നോക്കാം. കുവൈത്തിൽ ജൂൺ 5 മുതൽ 9 വരെയാണ്, അതായത് വ്യാഴം മുതൽ തിങ്കൾ വരെയാണ് 5 ദിവസത്തെ പൊതു അവധി പ്രഖ്യാപിക്കാനാണ് സാധ്യത. അവധി കഴിഞ്ഞ് ജോലികൾ ജൂൺ 10 അതായത് ചൊവ്വാഴ്ച മുതൽ പുനരാരംഭിക്കും. ഖത്തറിൽ ജൂൺ 5 മുതൽ 9 വരെ, വ്യാഴാഴ്ച മുതൽ തിങ്കളാഴ്ച വരെ 5 ദിവസത്തെ അവധിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഖത്തറിൽ തൊഴിലാളി സൗഹൃദ അവധി നിയമമാണ് ഉള്ളത്. ഇതുപ്രകാരം ഔദ്യോഗിക അവധികൾക്കിടയിൽ വരുന്ന ജോലി ദിനങ്ങൾക്കും അവധി നൽകപ്പെടുന്നുണ്ട്. ഇനി ഒമാനിലേക്ക് വരികയാണെങ്കിൽ ഒമാനിൽ അവധി എന്ന് പറയുന്നത് 9 മുതൽ 12 വരെയാണ്, അതായത് ജൂൺ 5 മുതൽ 8 വരെയാണ്. ഔദ്യോഗിക പ്രഖ്യാപനം ഇനിയും വരാനുണ്ട്, അതിനുള്ള ഒരു കാലതാമസമുണ്ട്. സൗദി അറേബ്യയിലും ഔദ്യോഗിക അവധി പ്രഖ്യാപനം ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ. എന്നാൽ സൗദി എക്സ്ചേഞ്ച് താവുൽ ജൂൺ 5 മുതൽ 10 വരെ, അതായത് വ്യാഴാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെ 6 ദിവസത്തെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. UAE-യിൽ പെരുന്നാൾ സാധ്യത ജൂൺ 6-നാണെന്നാണ് വരുന്നത്. എന്തായാലും നമുക്ക് അതുമായി ബന്ധപ്പെട്ട അവധിയുമായി ബന്ധപ്പെട്ട, അതായത് ഔദ്യോഗിക പ്രഖ്യാപനം വരാത്ത രാജ്യങ്ങളിലെ ഔദ്യോഗിക പ്രഖ്യാപനം എന്ന് ഉണ്ടാവുമോ അപ്പോൾ നമുക്ക് വിശദമായി പറയാം. എന്തായാലും ഒരു 6 ദിവസത്തെ അവധി എല്ലാവർക്കും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ബലിപെരുന്നാൾ അടുത്തെത്തിയതോടെ UAE-യിൽ നിന്ന് ഇന്ത്യയിലേക്കും പ്രത്യേകിച്ച് കേരളത്തിലേക്കുമുള്ള വിമാന ടിക്കറ്റ് നിരക്ക് 4 ഇരട്ടിയിലേറെയായി ഉയർന്നതായാണ് യാത്രക്കാരും ഏജന്റുമാരും പരാതിപ്പെടുന്നത്. സൗദിയിൽ ദുൽഹജ്ജ് മാസപ്പിറവി സ്ഥിരീകരിച്ചതോടെ ജൂൺ 6-നാണ് ബലിപെരുന്നാൾ വരുന്നത്.
ഇന്നലെ രാത്രി ബലിപെരുന്നാൾ തീരുമാനമായതോടുകൂടി കുടുംബത്തോടൊപ്പം ആഘോഷിക്കാനായി നാട്ടിലേക്ക് പോകാനുള്ള യുഎഇയിലെ പ്രവാസി മലയാളികളുടെ തിരക്ക് വർദ്ധിച്ചതോടുകൂടിയാണ് പതിവ് പോലെ തന്നെ വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്ക് കുത്തനെ വർദ്ധിപ്പിച്ചത്. ഇന്നും നാളെയും, അതായത് ഇന്ന് 28, നാളെ 29, ദുബായിൽ നിന്ന് കൊച്ചിയിലേക്ക് ഏറ്റവും കൂടിയ നിരക്ക് എന്ന് പറയുന്നത് 92,982 രൂപയാണ്. അതായത് 4,070 ദിർഹം ഉണ്ടെങ്കിൽ മാത്രമേ നാട്ടിലേക്ക് യാത്ര ചെയ്യാൻ പറ്റൂ എന്നാണ് ഈ ടിക്കറ്റ് നിരക്ക് കൂട്ടുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പെരുന്നാൾ അടുക്കുന്തോറും നിരക്ക് ഇനിയും കൂടാനാണ് സാധ്യത എന്നാണ് ട്രാവൽ ഏജന്റുമാർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഏകദേശം 1 ലക്ഷം അടുക്കാനുള്ള ഇപ്പൊ തന്നെ അടുത്തിരിക്കുന്നത് ഏകദേശം 1 ലക്ഷം കടക്കാനുള്ള സാധ്യതയാണുള്ളത്. പ്രത്യേകിച്ച് ജൂൺ 1 മുതൽ 5 വരെ യുഎഇയിൽ നിന്ന് കേരളത്തിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്കാണ് ഏറ്റവും അധികം നിരക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം അന്നാണ് അവധി വരുന്നത്. ഇന്ന് 28-ാം തീയതി ദുബായിൽ നിന്ന് കൊച്ചിയിലേക്ക് സ്പൈസ് ജെറ്റിൽ വൺ വേ ടിക്കറ്റിന് ഏറ്റവും കുറഞ്ഞത് 846 ദിർഹമാണ്. ഇന്ന് തന്നെ കോഴിക്കോട്ടേക്കുള്ള ഏറ്റവും കുറഞ്ഞ നിരക്ക് എയർ ഇന്ത്യ എക്സ്പ്രസിലാണ്. അത് 845 ദിർഹമാണ്. ഏറ്റവും കൂടിയ സ്പേസ് ജെറ്റിലെ 1,993 ദിർഹവും കണ്ണൂരിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസിൽ 980 ദിർഹവും എയർ ഇന്ത്യയിൽ 1,090 ദിർഹവുമാണ് ഉള്ളത്. അതേസമയം തിരുവനന്തപുരത്തേക്ക് ദുബായിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ നിരക്ക് എയർ ഇന്ത്യ എക്സ്പ്രസിലാണ് 951 ദിർഹവും. കൂടിയത് എമിറേറ്റ്സിൽ നോക്കുകയാണെങ്കിൽ 2,550 ദിർഹവും വരികയാണ്. നാളെ 29-ാം തീയതി ദുബായിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള എയർ ഇന്ത്യ വിമാനത്തിൽ വൺ വേ 860 ദിർഹം. ഏറ്റവും കൂടിയത് സ്പേസ് ജെറ്റിലാണ് 1,068 ദിർഹം. കൊച്ചിയിലേക്ക് ഏറ്റവും കുറഞ്ഞ നിരക്ക് സ്പേസ് ജെറ്റിൽ 846 ദിർഹം. കൂടിയത് എമിറേറ്റ്സിൽ 4,070 ദിർഹം. ഏകദേശം ഈ പറഞ്ഞ പോലെ 1 ലക്ഷം അടുക്കുന്നുള്ളതാണ്. കണ്ണൂരിലേക്കാണെങ്കിൽ എയർ ഇന്ത്യ എക്സ്പ്രസിൽ 1,120 ദിർഹം നൽകണം. കൂടിയത് എയർ ഇന്ത്യ എക്സ്പ്രസിൽ 1,230 ദിർഹം. തിരുവനന്തപുരത്തേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസിൽ 1,017 ദിർഹമാണ് കുറഞ്ഞ നിരക്ക്. കൂടിയത് എമിറേറ്റ്സിലാണ് 1,720 ദിർഹമാണ്. അപ്പോൾ കുതിച്ചുയർന്നിരിക്കുകയാണ് യാത്രാ ടിക്കറ്റ് എല്ലാം. പെരുന്നാളിന് മുൻപേ ടിക്കറ്റ് എടുക്കാത്തവർക്കാണെങ്കിൽ നാട്ടിലേക്ക് വരുന്ന കാര്യം ആലോചിക്കാതിരിക്കുന്നതാണ് കൂടുതൽ നല്ലത്. കഴിഞ്ഞ കുറെ നാളെ അവർ സമ്പാദിച്ച സമ്പാദ്യത്തിൽ നിന്ന് ഒരു മുഖ്യ തുക ഇതിലേക്ക് വേണ്ടി പെരുന്നാൾ കഴിഞ്ഞ് ഇതുവരെ ടിക്കറ്റ് എടുക്കാത്തവരാണെന്നുണ്ടെങ്കിൽ പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം ഒന്ന് നോക്കാം, വീട്ടിലേക്ക് വരുന്നതാണ് നല്ലത്. എന്തായാലും പെരുന്നാളോടനുബന്ധിച്ച നിരക്കുകൾ കുത്തനെ വർദ്ധിക്കാൻ തന്നെയാണ് ഇനിയും സാധ്യത. ദുബായിൽ നിന്ന് കോഴിക്കോടേക്ക് ഏറ്റവും കൂടിയത് രേഖപ്പെടുത്തിയത് ജൂൺ 1-നും 3-നുമാണ്. എമിറേറ്റ്സിൽ വൺ വേ നിരക്ക് 2,900 ദിർഹം വരികയാണ്. ഏറ്റവും കുറഞ്ഞത് ഇന്ന് എയർ ഇന്ത്യ എക്സ്പ്രസിൽ 845 ദിർഹമാണ്. കൊച്ചിയിലേക്ക് വൺ വേ നിരക്ക് ഏറ്റവും കൂടിയത് ഇന്നും നാളെയുമാണ് രേഖപ്പെടുത്തിയത്. എമിറേറ്റ്സിൽ 4,070 ദിർഹമാണ്. ഏറ്റവും കുറഞ്ഞത് സ്പൈസ് ജെറ്റിൽ നിന്ന് ഇന്നും നാളെയുമായി നോക്കുകയാണെങ്കിൽ 846 ദിർഹം കാണിക്കുന്നുണ്ട്. കണ്ണൂരിലേക്ക് ഏറ്റവും കൂടിയത് ജൂൺ 5-നാണ് 1,350 ദിർഹവും. കുറഞ്ഞത് ഇന്ന് എയർ ഇന്ത്യ എക്സ്പ്രസിൽ 980 ദിർഹവുമാണ്. ദുബായിൽ നിന്ന് തിരുവനന്തപുരത്തേക്കാണെങ്കിൽ ഏറ്റവും കൂടിയ വൺ വേ നിരക്ക് എന്ന് പറയുന്നത് ജൂൺ 4-നാണ് 2,790 ദിർഹവും. കുറഞ്ഞത് ഇന്ന് എയർ ഇന്ത്യ എക്സ്പ്രസിൽ 951 ദിർഹവുമാണ്. പെരുന്നാൾ വരെയുള്ള ബാക്കി എല്ലാ ദിവസവും വിവിധ വിമാന കമ്പനികൾ ഇതിനിടയിലുള്ള നിരക്ക് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഈജിപ്ത്, ജോർദാൻ, കസക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ ഇവിടങ്ങളിലേക്കൊക്കെ തന്നെ ഒരു വമ്പൻ പാക്കേജ് നടത്തിയിരുന്നു പല വിമാന കമ്പനികളും. അത് പകുതി വിലക്കാണ് ടിക്കറ്റ് കൊടുത്തിരുന്നത്. അതെ, ഇതിപ്പോ വൺ വേ ടിക്കറ്റിന് ഒരുപാട് തീർച്ചയായിട്ടും ഈ സീസണിൽ കൂടിയ ഡിമാൻഡും അവധിയും ചേർന്നുകൊണ്ടാണ് നിരക്ക് ഇത്തരത്തിൽ ഉയർന്നതെന്നാണ് ഷാർജ ആസ്ഥാനമായുള്ള സ്മാർട്ട് ട്രാവൽസ് പ്രതിനിധി പറയുന്നത്. യാത്രയ്ക്കുള്ള ഉയർന്ന ആവശ്യം ഉപയോഗപ്പെടുത്തി ചില വിമാന കമ്പനികൾ ആവശ്യാനുസൃത നിരക്കുകൾ നടപ്പാക്കിയതും നിരക്ക് വർധനയ്ക്ക് കാരണമായിട്ടുണ്ട്. ഇതേസമയം റിട്ടേൺ ടിക്കറ്റുകൾ ജൂൺ 10-ന് ശേഷമാകുമ്പോൾ വീണ്ടും കുറയാനാണ് സാധ്യത. ഏതായാലും കുടുംബത്തോടൊപ്പം നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് ഈ നിരക്ക് ഉയർച്ച വലിയ സാമ്പത്തിക ഭാരം തന്നെയാണ് അവരുടെ ചുമലിൽ വെക്കുന്നത്. വ്യാഴാഴ്ച മുതൽ തിങ്കളാഴ്ച വരെയായിരിക്കും ഗൾഫിൽ ബലിപെരുന്നാൾ അവധി. യുഎഇയിൽ അവധി ഇന്നു മാത്രമേ പ്രഖ്യാപിക്കുകയുള്ളൂ. യാത്രയെക്കുറിച്ച് മുൻകൂട്ടി പദ്ധതി തയ്യാറാക്കാനും നിരക്ക് കൂടുതലുള്ള ദിവസങ്ങളിൽ ചെന്ന് ചാടാതെ മുൻകരുതലുകൾ എടുക്കാനും ട്രാവൽ ഏജന്റുമാർ ആഹ്വാനം ചെയ്യുന്നു. നമുക്കൊരു പോംവഴി എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലുള്ള നേരിട്ടുള്ള വിമാനങ്ങൾ ഒഴിവാക്കി മുംബൈ, തമിഴ്നാട്, അതേ ചെന്നൈ, കോയമ്പത്തൂർ ഇതുപോലെ കണക്റ്റിംഗ് വിമാനങ്ങൾ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. കർണാടകയിലെ ബാംഗ്ലൂരു, അതുപോലെ തന്നെ മംഗളൂരു തുടങ്ങിയ സമീപ വിമാനത്താവളത്തിൽ ഇറങ്ങി അവിടെ നിന്ന് ട്രെയിനോ ബസ്സോ ടാക്സിയോ എന്നിവ ഉപയോഗിച്ച് നമുക്ക് കേരളത്തിലേക്ക് എത്താൻ അത്രയും നല്ലതാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ചെലവ് നമുക്ക് കുറഞ്ഞിരിക്കും. ഈ രീതിയിൽ ഒരു യാത്രയ്ക്ക് 1000 വരെ ലാഭിക്കാം എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതായത്
ഒരു 1000 രൂപ കുറഞ്ഞിരുന്നാൽ അത്രയും നന്നാവുമല്ലോ. നല്ലതാവും. പിന്നെ ഈ പറയുന്ന ബുദ്ധിമുട്ടും സമയവും അത് കുറച്ചുകൂടി നമുക്ക് നോക്കുമ്പോൾ വേണ്ട എന്ന് നമ്മൾ വിചാരിക്കുന്ന പലരുമുണ്ട്. പക്ഷെ തിരുവനന്തപുരത്ത് വന്നവരാണെങ്കിൽ തമിഴ്നാട്ടിൽ ഇറങ്ങിയിട്ട് വരാവുന്നതാണ്. അതുപോലെ തന്നെ കാസർഗോഡ്, കോഴിക്കോട്ടേക്കാണെങ്കിൽ മറ്റു ബാംഗ്ലൂർ ഇറങ്ങിയിട്ടോ മംഗലാപുരത്ത് ഇറങ്ങിയിട്ടോ ഒക്കെ വരാവുന്നതാണ്. അപ്പൊ നമുക്ക് അങ്ങനെയും ചില പോംവഴികളുണ്ട് എന്തായാലും. പിന്നെ വേറൊരു മുൻകൂട്ടി ബുക്കിംഗ് നടത്തുക എന്നുള്ളതാണ്. അതിൽ പക്ഷെ ചെറിയത് ഇതുപോലെ എന്നാണ് അവധിയെന്ന് കൃത്യമായി അറിയാത്ത സമയത്തുള്ള ബുദ്ധിമുട്ടുകൾ വരും. എങ്കിലും ഏകദേശം കണക്ക് കൂട്ടി അത് ചെയ്യാം. പ്രധാന ആഘോഷ ദിനങ്ങൾക്കും അവധി ദിനങ്ങൾക്കുമായി 2-3 മാസം മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്താൽ വലിയ തോതിൽ യാത്രാ ചെലവ് കുറയ്ക്കാൻ കഴിയും. അപ്പൊ ഏകദേശം ഇന്ന ദിവസങ്ങളായിരിക്കുമെന്ന് നമുക്കറിയാമല്ലോ. അപ്പൊ അതിനനുസരിച്ച് ഹജ്ജൊക്കെ ആവുമ്പോഴ് മറ്റു പെരുന്നാളെല്ലാം, പിന്നെ ഓണം, അങ്ങനത്തെ അവധികൾക്ക് എന്തായാലും കൃത്യമായിട്ട് അറിയാൻ പറ്റും എന്നാണെന്ന്. അപ്പൊ ഇനി വരാനിരിക്കുന്ന വേനൽ അവധി, ഓണക്കാലം ഇതെല്ലാം ലക്ഷ്യമിട്ട് ഇപ്പോൾ തന്നെ യാത്രാ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ പ്രവാസ സംഘടനകൾക്ക് ഇടപെടാന്നുള്ളൊരു രീതി കൂടിയുണ്ട്. മുൻകാലങ്ങളിൽ ചില പ്രവാസ സംഘടനകൾ കുറഞ്ഞ നിരക്കിൽ ചാർട്ടേഡ് സർവീസുകൾ നടത്താറുണ്ടായിരുന്നു. ഗ്രൂപ്പ് ബുക്കിംഗുകൾ വഴി വൻതുക ചെലവ് വരാതെ പ്രവാസികളെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള സൗകര്യം അവർ ഒരുക്കാറുണ്ട്. ഇതിനായി പ്രവാസ സംഘടനകൾക്ക് ഇനിയും മുന്നിട്ടിറങ്ങാവുന്നതാണ്. പലരും മടിച്ചിരിക്കുകയാണ്, പക്ഷെ അവർക്ക് ഇറങ്ങാവുന്നതാണ്. അതുപോലെ വിമാന കമ്പനികളുടെ ഓഫറുകൾ എപ്പോഴും നിരീക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. പല സമയത്തും ഓഫറുകൾ, ഇപ്പൊ ഇന്നലെ പറഞ്ഞ പോലെ പാക്കേജ് ഒക്കെ ഉണ്ടായിരിക്കും. വിമാന കമ്പനികൾ അവസാനം ചില സീറ്റുകൾ ഓഫറുകൾ വഴി കുറഞ്ഞ നിരക്കിൽ വിൽക്കാറുണ്ട്. അത് ലഭിക്കാനും പറ്റും. പെട്ടെന്ന് തന്നെ പോവുകയാണെങ്കിലും ചില സീറ്റുകൾ ഒഴിഞ്ഞു കിടപ്പുണ്ടെങ്കിൽ ഓഫറായിട്ട് അവർ പറയും. അപ്പൊ പോലെ ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും കുട്ടികളുമായി പോകുമ്പോൾ നമുക്കത് കഴിയില്ല. അങ്ങനെയുള്ള ഓഫറുകൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇത് സംബന്ധിച്ച അറിയിപ്പുകൾക്കായി ആപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് വെക്കണം. വെബ്സൈറ്റുകൾ നിരന്തരം സന്ദർശിക്കുക. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഓഫറുകളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെയും നിങ്ങൾക്ക് യാത്ര ഭാഗ്യമുണ്ടെങ്കിൽ വളരെ ചെറിയ നിരക്കില് നാട്ടിലേക്കൊന്ന് പോയി വരാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു വർഷങ്ങളായി ഇവിടെ പ്രവാസികളായിരിക്കുന്നവരും യാത്ര ചെയ്യുന്നവർക്കും ഇതൊക്കെ തന്നെ കാണാപ്പാടവും തന്നെയായിരിക്കാം. എങ്കിൽ പോലും ഇപ്പൊ വന്ന അറിവുകൾ വെച്ച് നമ്മളൊന്ന് പറഞ്ഞു. അതെ, ഈ നിലവിൽ ഉണ്ടാകുന്ന ഈ നിരക്കിലെ ഒരു ഏറ്റക്കുറച്ചിൽ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു എന്ന് മാത്രം. എന്തായാലും ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക. കയ്യിലിരിക്കുന്ന പൈസ വെറുതെ കൊണ്ട് കളയാതിരിക്കുക. അത് മാത്രമാണ് ഒരു മുന്നറിയിപ്പ്. തീർച്ചയായും അടുത്ത ദിവസം നമുക്ക് മറ്റു വാർത്തകളായി വീണ്ടും കാണാതിരിക്കും.